പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BA അഫ്സൽ ഉലമക്കാരുടെ 4th സെമ്മിലെ മെഡീവൽ അറബിക് ലിറ്ററേച്ചറിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കാം. അജ്ബ് അൻ അശ്റത്തിൻ മിൻ അസ്ലത്തിൽ ആതിയത്തി ഫി കലിമത്തിൻ ഔ കലിമത്തൈനി. താഴെ പറയുന്ന ചോദ്യങ്ങളിൽ നിന്ന് 10 എണ്ണത്തിന് ഒരു വാക്കിലോ അല്ലെങ്കിൽ 2 കലിമത്തിലോ 2 പദത്തിലോ ആൻസർ ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, മൻ റായിദു ഫന്നുൽ മഖാമാത്ത്. മഖാമാത്ത് എന്ന കലയുടെ മുൻഗാമി ആരാണ്? ആൻസർ ബദിഉസ്സമാൻ അൽ ഹമദാനി. ബദിഉസ്സമാൻ അൽ ഹമദാനിയാണ് മഖാമാത്ത് എന്ന കലയുടെ മുൻഗാമി, പയനിയർ. രണ്ടാമത്തെ ചോദ്യം, മാ ഇസ്മുൽ കിതാബുല്ലദി നഖലഹു ഇബ്നുൽ മുഖഫഅ മിൻ ലുഗത്തിൽ ഫഹ്ലവിയ്യ ഇലൽ അറബിയ്യ. ഏത് കിതാബാണ് ഇബ്നുൽ മുഖഫഅ പഹ്ലവി ഭാഷയിൽ നിന്ന് അറബിയിലേക്ക് നഖ്ല് ചെയ്തത്, നീക്കം ചെയ്തത്, അതായത് തർജ്ജമ ചെയ്തത്? ആൻസർ ഖലീല വ ദിംന. മൂന്നാമത്തെ ചോദ്യം, മനിൽ ഖലീഫത്തുൽ അബ്ബാസില്ലദി അൻഷാ ബൈത്തുൽ ഹിക്മ ഫി ബഗ്ദാദ്. ബഗ്ദാദിൽ ബൈത്തുൽ ഹിക്മ സ്ഥാപിച്ച അബ്ബാസി ഖലീഫ ആരാണ്? ആൻസർ ഹാറൂൺ റഷീദാണ്. ഹാറൂൺ റഷീദാണ് ബഗ്ദാദിൽ ബൈത്തുൽ ഹിക്മ, ജ്ഞാനഭവനം എന്ന ഇത് സ്ഥാപിച്ചത്. നാലാമത്തെ ചോദ്യം, മനി ഷാഅറുല്ലദി ലുഖിബ ബി ഷാഅറുൽ ഖംർ ഫിൽ അസ്റിൽ അബ്ബാസി. അബ്ബാസി കാലഘട്ടത്തിൽ ഷാഅറുൽ ഖംർ, മദ്യകവി എന്ന പേരിൽ അറിയപ്പെട്ട കവി ആരാണ്? ആൻസർ അബൂ നവാസ്. അബൂ നവാസ് ആണ് ഷാഅറുൽ ഖംർ എന്ന പേരിൽ അറിയപ്പെട്ട, അബ്ബാസി കാലഘട്ടത്തിൽ അറിയപ്പെട്ട കവി. അഞ്ചാമത്തെ ചോദ്യം, മൻ മുഅല്ലഫു കിതാബുൽ അഗാനി. അൽ അഗാനി എന്ന കിതാബിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ അബുൽ ഫറജുൽ ഇസ്ഫഹാനി. അബുൽ ഫറജുൽ ഇസ്ഫഹാനിയാണ് അൽ അഗാനി എന്ന കിതാബിൻ്റെ രചയിതാവ്. ആറാമത്തെ ചോദ്യം, മാ ഇസ്മുൽ കിതാബുൽ മശ്ഹൂർ ലി സീബവൈഹി ഫിൻ നഹ്വി. നഹ്വിൽ സീബവൈഹിയെ പ്രസിദ്ധപ്പെടുത്തിയ കിതാബിൻ്റെ നാമം എന്താണ്? സീബവൈഹിയുടെ നഹ്വിലെ വ്യാകരണത്തിലെ പ്രശസ്തമായ പുസ്തകത്തിൻ്റെ നാമം എന്താണ്? ആൻസർ അൽ കിതാബ്. അൽ കിതാബാണ് വ്യാകരണത്തിലെ സീബയുടെ പ്രസിദ്ധമായ കിതാബ്. ഏഴാമത്തെ ചോദ്യം, മൻ സാഹിബ് കിതാബുൽ അൽ ഫിഹ്റസ്. അൽ ഫിഹ്റസ് എന്ന കിതാബിൻ്റെ വക്താവ് ആരാണ്? ആൻസർ ഇബ്നു നദീം. ഇബ്നു നദീമാണ് അൽ ഫിഹ്റസ് എന്ന കിതാബിൻ്റെ രചയിതാവ്. അടുത്ത ചോദ്യം, മനില്ലദി അവ്വലു മൻ അല്ലഫ കിതാബൻ ഫി ഇൽമുൽ ബദിഅ. ദ സയൻസ് ഓഫ് റിട്ടോറിക്കിൻ്റെ കിതാബ് രചിച്ച ആദ്യ വ്യക്തി ആരാണ്? വാചോളാബത്തിൻ്റെ കിതാബ് രചിച്ച ആദ്യ വ്യക്തി ആരാണ്? ആൻസർ ഇബ്നുൽ മുഅ്തസ്. ഇബ്നുൽ മുഅ്തസ് ആണ് ഇൽമുൽ ബദിഅയിൽ ആദ്യമായി കിതാബ് രചിച്ച ആൾ. ഒമ്പതാമത്തെ ചോദ്യം, മനിർ റാവി ഫി മഖാമാത്തി ബദിഉസ്സമാനിൽ ഹമദാനി. ബദിഉസ്സമാൻ അൽ ഹമദാനിയുടെ മഖാമാത്തിലെ ആഖ്യാതാവ് ആരാണ്? ആൻസർ ഈസ ഇബ്നു ഹിഷാം. അടുത്ത ചോദ്യം, മൻ ബത്തല മഖാമാത്തുൽ ഹരീരി. അൽ ഹരീരിയുടെ മഖാമാത്തിലെ നായകൻ ആരാണ്? ആൻസർ അബൂ സയ്യിദ് അൽ സുറൂജി. അബൂ സയ്യിദ് സുറൂജിയാണ് ഹരീരിയുടെ മഖാമാത്തിലെ നായകൻ. അടുത്ത ചോദ്യം, മനിൽ മർഅത്തുൽ മശ്ഹൂറത്തു
ബിൽ ബുഖലി ഫി ഖിസ്സത്തി അഹ്ലിൽ ബസ്റത്തി മിനൽ മസ്ജിദിയീൻ. മനിൽ മർഹത്തുൽ മഷ്ഹൂറത്തു ബിൽ ബുഖലി ഫി ഖിസ്സത്തി അഹ്ലിൽ ബസ്റത്തി മിനൽ മസ്ജിദൈൻ. രണ്ട് മസ്ജിദിൽ നിന്നുള്ള ബസ്രയുടെ അഹ്ലുകാരുടെ കഥ എന്ന കഥയിൽ പിശുക്കുകൊണ്ട് പ്രശസ്തനായ സ്ത്രീ ആരാണ്? ആൻസർ ലൈല അൻ-നാത്തിയ. ലൈല അൻ-നാഅത്തിയ ആണ്. ലൈല അൻ-നാഅത്തിയ ആണ് ബുഖല് കൊണ്ട് പിശുക്കുകൊണ്ട് പ്രസിദ്ധയായ സ്ത്രീ. രണ്ട് പള്ളിയിലെ അഹ്ലു ബസ്രക്കാരുടെ കഥ എന്ന ആ കഥയിൽ ബുഖല് കൊണ്ട് പിശുക്കുകൊണ്ട് പ്രശസ്തനായ സ്ത്രീയാണ് ലൈല അൻ-നാഅത്തിയ. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം, മാ ലഖബു അബുൽ അലാഇൽ മഅരി അല്ലദി അത്ലഖഹു നഫ്സഹു. അബുൽ അലാഇൽ മഅരി എന്ത് സ്ഥാനപ്പേരാണ് സ്വയം നൽകിയത്? മാ ലഖബു അബുൽ അലാഇൽ മഅരി അല്ലദി അത്ലഖഹു നഫ്സഹു. അബുൽ അലാ അൽ മഅരി സ്വയം എന്ത് സ്ഥാനപ്പേരാണ് നൽകിയത്? ആൻസർ റഹീനുൽ മഹ്ബിസൈൻ, രണ്ട് ജയിലുകളുടെ തടവുകാരൻ എന്നാണ് അബുൽ അലാ അൽ മഅരി സ്വന്തം സ്ഥാനപ്പേരായി നൽകിയത്. അടുത്ത 13ാമത്തെ ചോദ്യം, മനിൽ മഹ്ബൂബുല്ലത്തി ഇബ്നു സൈദൂൻ. ഇബ്നു സൈദൂന്റെ മഹ്ബൂബത്ത് ആരായിരുന്നു? പ്രിയപ്പെട്ടവൾ ആരായിരുന്നു? ആൻസർ വിലാദത്തു ബിന്തുൽ മുസ്തഖ്ഫി. വിലാദത്ത് ബിന്തുൽ മുസ്തഖ്ഫി ആയിരുന്നു ഇബ്നു സൈദൂന്റെ പ്രിയപ്പെട്ടവൾ. അടുത്ത ചോദ്യം, കം അദദൻ അബിയാത്തൻ ഖസീദത്തിൽ മുത്തനബ്ബി ഫി മദ്ഹി സൈഫുദ് ദൗല. സൈഫുദ് ദൗലയെ പ്രകീർത്തിക്കുന്ന മുത്തനബ്ബിയുടെ കാവ്യത്തിൽ എത്ര ബൈത്തുകളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ആൻസർ 36 ബൈത്തുകൾ, 36 വാക്യങ്ങളാണ് സൈഫുദ് ദൗലയെ മദ്ഹ് ചെയ്ത മുത്തനബ്ബിയുടെ ഖസീദയിൽ കാവ്യസമാഹാരത്തിലുള്ള ബൈത്തുകളുടെ എണ്ണം. 15ാമത്തെ ചോദ്യം, മൽ ഖാഫിയത്തു ലി ഖസീദത്തി അർ-റായി ഖബ്ല ശുജാഅ ലിൽ മുത്തനബ്ബി. അൽ മുത്തനബ്ബിയുടെ അർ-റഅയു ഖബ്ല ശുജാഅ, ധൈര്യത്തിനു മുമ്പുള്ള അഭിപ്രായം എന്ന കവിതയുടെ പ്രാസ പദ്ധതി എന്താണ്? ആൻസർ അന്നൂനുൽ മക്സൂറ, കസ്റയാക്കപ്പെട്ട നൂന്. താങ്ക്സ് ഫോർ വാച്ചിങ്.